ഏടാ കൂട്ടം, എൻ്റെ മനസ്സിൽ ഇന്നൊരു വിങ്ങലുണ്ടായി. ഉം. നമ്മുടെ ഹിന്ദു സമൂഹത്തെ ബംഗ്ലാദേശിൽ ആകപ്പാടെ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അവർ 41% നിന്നും 10% വന്നിരിക്കുന്നു. ഏടാ കൂട്ട, ഇത് ആർക്ക് വേണ്ടി? ഉം. നമുക്കിതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം ചെയ്യണം. നമ്മളെ ഹിന്ദുവും ലോകത്തിലെ ന്യൂനപക്ഷ മതം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അഹങ്കാരമൊന്നും നമുക്കില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് ആകേണ്ടതാണ്. നമുക്ക് ഇതിനെതിരെ ലോകത്തെവിടെ ഒരു ഹിന്ദുവിന് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടാ. ഇടകൂട്ടെ, അത് ആർക്ക് വേണ്ടി? അത് നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, ലോക ഐശ്വര്യത്തിന് വേണ്ടി. അങ്ങനെയാണോ കാര്യം? എങ്കിൽ സാറേ, ബംഗ്ലാദേശിലെ വിശ്വകർമ്മജരെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അതെന്തോ സൂത്രവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അവർ മരപ്പണിയും മറ്റ് ഡീറ്റെയിൽസുമായി കഴിയുന്നു. അവരുടെ ഡീറ്റെയിൽസ് ഞാനിത് കാണിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയേ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞങ്ങൾക്ക് അതിന് എതിർപ്പൊന്നുമില്ല. ലോകത്തെവിടെയും ആർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും. പക്ഷേ ഞങ്ങൾക്ക് ഉപഗ്രഹത്തിൻ്റെ അവസ്ഥയാണ്. റോക്കറ്റ് പിന്നിൽ നിന്ന് തള്ളണം. പിന്നിൽ നിന്ന് എവിടെ നിന്നാണോ തള്ളു കൂടുതൽ ആ ഭാഗത്ത് ഞങ്ങൾ ഇടപെടും. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. വിശ്വകർമ്മജരാണ് ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകർ ആയിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഹിന്ദുവിന് നേരെ ആക്രമണമോ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അതിനെതിരെ പ്രതിഷേധിക്കാനും അവരെ സംരക്ഷിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് അവകാശമുണ്ട്. അങ്ങനെ ഇരിക്കെ ഹിന്ദുക്കൾക്ക് നേരിടുന്ന, നമ്മുടെ അയൽരാജ്യത്ത് നേരിടുന്ന ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ നമ്മൾ ഒന്നിക്കേണ്ടതുണ്ട്, അവരെ രക്ഷിക്കേണ്ടതുണ്ട്, അവരെ നിലനിർത്തേണ്ടതുണ്ട്. നമുക്കതിനായി എല്ലാം മറന്ന് ഒന്നിക്കാം. നമ്മൾക്ക് അതിൽ കാര്യമായി പ്രവർത്തിക്കാനും കഴിയണം. ലോകസമാധാനത്തിനും ശാന്തിക്കും ഐശ്വര്യത്തിനും അത് അനിവാര്യവുമാണ്. ജയ് വിശ്വകർമ്മദേവൻ.